ഹലോ ഹായ്, ഞാൻ ശ്രീലത ജയചന്ദ്രൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് സി ടോക്കണിനെ കുറിച്ചായിരുന്നു. സി ടോക്കണിൽ ആദ്യത്തെ 3 പോയിന്റ് നമ്മൾ പറഞ്ഞു: കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, പിന്നെ കോൺസ്റ്റൻസ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റേഴ്സാണ്. ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സിൽ അല്ലെ നമ്മൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? അരിത്തമാറ്റിക് ഓപ്പറേറ്റർ. അരിത്തമാറ്റിക് ഓപ്പറേറ്റർ. ഈ അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. മാത്സിലൊക്കെ നമ്മൾ എല്ലാ ഓപ്പറേറ്റേഴ്സൊക്കെ നമ്മൾ പല ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അരിത്തമാറ്റിക് ഓപ്പറേറ്ററാണ്. അരിത്തമാറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലസ് സിമ്പൽ ഉണ്ട്, മൈനസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇൻറ്റുവിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ആസ്ട്രിക്സ് ആണ്. ആസ്ട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിവൈഡഡ് ബൈക്ക് യൂസ് ചെയ്യുന്നത് സ്ലാഷാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരു ഓപ്പറേറ്റർ വരുന്നതെന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓപ്പറേറ്റർ ഉണ്ട്. പെർസെൻറ്റേജ് അല്ലെങ്കിൽ മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ റിമൈൻഡർ ഓപ്പറേറ്റർ എന്ന് പറയും. അതായത് ഇതിൻ്റെ റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ 10+2 എന്ന് പറയുമ്പോൾ 12 ആണ്. ബാക്കി നമുക്കെല്ലാം അറിയാം. അതുപോലെ 10 - 2 എന്ന് പറയുമ്പോൾ 8 ആണ്. 10*2 പറയുമ്പോൾ 20 ആണ് വരുന്നത്. അതുപോലെ 10/2 പറയുമ്പോൾ എന്താ വരുന്നത്? 5 വരും. ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 10%2 എന്ന് പറയുമ്പോൾ എടുക്കുന്നത് മോഡുലസ് ആണ് എടുക്കുന്നത്. ഇവിടെ മോഡുലസ് ഓപ്പറേറ്റർ എന്ന് അതിനെ പറയുന്നതിൻ്റെ റിമൈൻഡർ ഓപ്പറേറ്റർ. അപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ എടുക്കും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ. അതല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്ന് പറയാം. 15%2 പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് 1 ആണ്. അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നത് 7ഉം റിമൈൻഡർ 1ഉം. അതാണ് ഇത് ചെയ്യുന്നത്. ഈ പെർസെൻറ്റേജ് ഓപ്പറേറ്റർ ചെയ്യുന്നത് ഇതാണ്. ഓക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 2, അതായത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അതായത് നമുക്കൊരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ടു ആണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ് A = 10 എന്ന് പറയുമ്പോൾ A എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് ആഡ് ചെയ്യുന്ന അസൈൻ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ. അപ്പോൾ അതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ പണ്ടൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അതായത് അരിത്തമാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അരിത്തമാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അരിത്തമാറ്റിക്കും അസൈൻമെൻറ്റും കൂടെ കമ്പൈൻ ചെയ്യാം. അതായത് പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, പിന്നെ ആസ്ട്രിക്സ് ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു, പിന്നെ പെർസെൻറ്റേജ് ഈക്വൽ ടു. ഓക്കെ. അപ്പം ഇതിനകത്ത് അരിത്തമാറ്റിക് അസൈൻമെൻറ്റ് വരുന്നത് പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, ആസ്ട്രിക്സ് ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു ആൻഡ് പെർസെൻറ്റേജ് ഈക്വൽ ടു. അപ്പോൾ ഇതിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു വേരിയബിളിൻ്റെ ഇതെടുക്കണം. A = A+10 എന്ന് പറയുന്നത്. അപ്പോൾ എയുടെ വാല്യൂ എന്താണോ അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്യാം, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മൾ C പ്രോഗ്രാമിങ്ങിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ്? A + = 10. A + = 10. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ട് എന്ന് പറയുന്നത് എയുടെ വാല്യൂ എന്താവും? എ എന്ന് പറയുന്നത് എത്രയാവും? എയുടെ വാല്യൂ സപ്പോസ് ഓൾറെഡി 5 ആണെങ്കിൽ, എ എന്ന് പറയുന്നത് 5 ആണെങ്കിൽ A + = 10 എന്ന് പറയുമ്പം എയുടെ കൂടെ 5 എയുടെ വാല്യൂ എന്താണ് അതിൻ്റെ കൂടെ ഈ 10 കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഇത് കഴിയുമ്പോൾ എ എന്ന് പറയുന്നത് എത്രയാവും? 15 ആവും. മനസ്സിലായോ? അപ്പോൾ എയുടെ വാല്യൂ ആൾറെഡി നമ്മൾ 5 അസൈൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്യാം. അതാണ് പ്ലസ് ഈക്വൽ ടു. അതുപോലെ A - ഈക്വൽ ടു ആണ് പറയുന്നതെങ്കിൽ A -
ഈക്വൽ ടു 10 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എത്ര വരും? എയുടെ വാല്യൂ ഇപ്പോൾ 5 ആണ്. അതിൽ നിന്ന് 10 മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എത്ര വന്നു? -5 വന്നു. മനസ്സിലായോ? അതിൽ നിന്ന് 10 മൈനസ് ചെയ്യുക. 10 മൈനസ് ചെയ്യുമ്പോൾ -5 വന്നു. അതുപോലെ എ ആസ്ട്രിക്സ് ഈക്വൽ ടു 10 എന്ന് കൊടുത്താൽ എയുടെ വാല്യൂ ആൾറെഡി 5 ആണ്. അതിൻ്റെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അത് 50 ആയി. ഓക്കെ. അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ എ ഡിവൈഡഡ് ബൈ ഈക്വൽ ടു 10 കൊടുക്കുകയാണെങ്കിൽ എയുടെ വാല്യൂ എത്രയാണ് ഓൾറെഡി കിടക്കുന്നത്? 5 ആണ്. അതിൽ നിന്ന് 10 ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 0.5 ആയിരിക്കും എയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ എ പെർസെൻറ്റേജ് ഈക്വൽ ടു 10 ആണ് കൊടുക്കുന്നതെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ റിമൈൻഡർ ആയിരിക്കും അതിൽ സ്റ്റോർ ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ സ്റ്റോർ ചെയ്യും. ഇപ്പം എയുടെ വാല്യൂ ഞാൻ കൊടുക്കുകയാണ്. എ ഈസ് ഈക്വൽ ടു 50 കൊടുത്തു. എന്നിട്ട് എ പെർസെൻറ്റേജ് ഈക്വൽ ടു 10 കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 50യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്രയാണ്? 5. റിമൈൻഡർ 0 ആണ്. അപ്പോൾ ഇതിൻ്റെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 0. അതിൻ്റെ റിമൈൻഡർ ആയിരിക്കും അവിടെ എടുത്തതിൽ സ്റ്റോർ ചെയ്യുന്നത്. അടുത്ത വരുന്നതെന്ന് വെച്ചാൽ 4th വൺ. ഓക്കെ. 4th വൺ വരുന്നതെന്ന് പറഞ്ഞാൽ യൂണറി ഓപ്പറേറ്ററാണ്. യൂണറി ഓപ്പറേറ്റർ. ഈ അരിത്തമാറ്റിക് ഓപ്പറേറ്ററിന് അനദർ ഒരു നെയിമുണ്ട്. അതായത് ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയും. അതിൻ്റെ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ ഓർ ബൈനറി ഓപ്പറേറ്റർ. അപ്പോൾ ബൈനറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത് എന്താണ്? ഇതിന് ബൈ മീൻസ് 2, അതായത് 2 ഓപ്പറൻസ് ഇവിടെ വരുന്നുണ്ട്. അതായത് എ പ്ലസ് ബി, സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. അതായത് ഒരു സിംഗിൾ ഓപ്പറൻറ്റും സിംഗിൾ ഓപ്പറേറ്ററും 2 ഓപ്പറൻസും വരുന്നുണ്ട്. അപ്പോൾ എയും ബിയും ഇവിടെ ഓപ്പറൻസ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? യൂണറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ സിംഗിൾ ഓപ്പറൻറ്റ്, ബൈനറി ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ 2 ഓപ്പറൻസ് വരും അവിടെ. ഓക്കെ. അപ്പോൾ ഇവിടെ യൂണറി ഓപ്പറേറ്റേഴ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, പിന്നെ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, പിന്നെ വരുന്നത് സൈസ് ഓഫ് ഉണ്ട്. സൈസ് ഓഫ്. ഓക്കെ. അങ്ങനെ 5 ഓപ്പറേറ്ററാണ് ഇതിനകത്ത് വരുന്നത്, യൂണറി ഓപ്പറേറ്ററിനകത്ത് വരുന്നത്. അപ്പോൾ യൂണറി മീൻസ് നമ്മൾ പറഞ്ഞു സിംഗിൾ ഓപ്പറൻ്റാന്ന് പറഞ്ഞു. അപ്പോൾ സിംഗിൾ ഓപ്പറൻ്റ് എന്ന് പറയുമ്പോൾ ഈ പ്ലസും മൈനസും നമ്മൾ ഈ പർപ്പസിനല്ല യൂസ് ചെയ്യുന്നത്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷന് വേണ്ടിയിട്ടല്ല അത് യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ പറയുന്നത് -10 അല്ലെങ്കിൽ -20 അല്ലെങ്കിൽ പിന്നെ +15 അല്ലേ? ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇത് പറയുമ്പോൾ എന്താണ്? ഇത് നെഗറ്റീവ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ്, ഇത് പോസിറ്റീവ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതുപോലെ പ്ലസും മൈനസും ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ സപ്പോസ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 20 എന്ന് വയ്ക്കൂ. അപ്പം എ പ്ലസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിയുമ്പം എയുടെ വാല്യൂ എത്രയായി മാറും? 21 ആയിട്ട് മാറും. ഓക്കെ. അടുത്തത് എയുടെ വാല്യൂ ഇപ്പോൾ 20 ആണ്. ഞാൻ എ മൈനസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് കഴിയുമ്പോൾ എയുടെ വാല്യൂ എത്രയായി മാറും? 19 ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ ഇത് വരുന്നത്. പ്ലസും മൈനസും ഓപ്പറേറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററും ഇത് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററുമാണ്. ഇൻക്രിമെൻറ്റ് മീൻസ് എയുടെ വാല്യൂ എന്താണോ അതിൽ നിന്ന് 1 ആഡ് ചെയ്യും. ഡിക്രിമെൻറ്റ് മീൻസ് എന്താണ്? എയുടെ വാല്യൂ എന്താണോ അതിൽ നിന്ന് 1 മൈനസ് ചെയ്യും. ഓക്കെ. അതാണ് പ്ലസും മൈനസും വരുന്നത്. പിന്നെ വരുന്നത് സൈസ് ഓഫ് ഓപ്പറേറ്ററാണ്. സൈസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? സൈസ് ഓഫ് ഓപ്പറേറ്ററിനകത്ത് പിന്നെ ഒരു മെമ്മറിയുടെ സൈസ് നമുക്ക് എത്രയാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സൈസ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അതിപ്പോൾ നമുക്ക് ഓരോ ഡാറ്റ ടൈപ്സ് വേരി ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ മെമ്മറി മാറും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡാറ്റ ടൈപ്സൊക്കെ പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ മെമ്മറി സൈസൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകാം. ഇപ്പോൾ ഇത്രയും അറിഞ്ഞാൽ നമ്മളിപ്പോൾ സൈസ് ഓഫ് എ എന്ന് കൊടുത്താൽ എ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എത്ര ബൈറ്റ് മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്ന അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അവിടെയും സൈസ് ഓഫിനകത്ത് ഒരു സിംഗിൾ ഓപ്പറൻ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂണറി ഓപ്പറേറ്റർ എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ. ഇത്രയും മനസ്സിലായല്ലോ. അടുത്തത് 5th വൺ എന്ന് പറയുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പം കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്.
ഇതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് കോളൻ. അതാണ് ഈ ഓപ്പറേറ്റർ. സിംഗിൾ ഓപ്പറേറ്ററാണ് ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് കോളൻ. അതായത് ഇപ്പോൾ നമുക്ക് രണ്ട് വാല്യൂ ഉണ്ട്. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് വേരിയബിൾ ഉണ്ട്. എക്കകത്തുള്ളത് 15 ആണ്, ബിക്കകത്തുള്ളത് 10 ആണെന്ന് വയ്ക്കൂ. ഓക്കെ, അപ്പോൾ എക്കകത്തുള്ളത് 15ഉം ബിക്കകത്തുള്ളത് 10ഉമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഗ്രേറ്റസ്റ്റ് വൺ എനിക്ക് പിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഒരു വേരിയബിളിലോട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സി എന്ന് പറയുന്ന ഒരു വേരിയബിൾ. ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ്, ഫോൾസ് ആണെങ്കിൽ എന്താണ്. ഓക്കെ, അപ്പോൾ എൻ്റെ സിൻറ്റാക്സ് വരുന്നത് തന്നെ ഇങ്ങനെയാണ്. വേരിയബിൾ ഈക്വൽ ടു കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്ക് ട്രൂ വാല്യൂ കോളൻ ഫോൾസ് വാല്യൂ. ഓക്കെ, ഇതാണ് വരുന്നത്. വേരിയബിൾ ഈക്വൽ ടു കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്ക് ട്രൂ വാല്യൂ കോളൻ കഴിഞ്ഞ് ഫോൾസ് വാല്യൂ. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് കിടക്കുന്നത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അതല്ല ഫോൾസ് ആണെങ്കിൽ കോളൻ കഴിഞ്ഞ് വരുന്ന വാല്യൂ നമുക്ക്, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ കോളൻ കഴിഞ്ഞ് വരുന്ന വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് എക്സാമ്പിൾ പറയേണ്ടത്. സി ഈസ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ്, ഫോൾസ് ആണെങ്കിൽ എന്താണ്. ഇപ്പോൾ ഇതിന് നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 3 നമ്പേഴ്സ് ഉണ്ടെന്ന് വയ്ക്കൂ. അപ്പോൾ 3 നമ്പേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളതെങ്ങനെയായിരിക്കും അത് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്കതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എ ഉണ്ട്, എയുടെ വാല്യൂ 10 ആണ്, ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്, സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 15 ആണെന്ന് വയ്ക്കൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പിന്നെ മറ്റേ ഫ്ലോ ചാർട്ട് പറയുന്ന സമയത്ത് എങ്ങനെയായിരിക്കും പറയുന്നത്, ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യണം അല്ലേ. കണ്ടീഷൻ ചെക്ക് ചെയ്ത് എ ഗ്രേറ്റർ ദാൻ ബി ആണോ നോക്കി. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ആണ് ഗ്രേറ്റർ. അപ്പോൾ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഏതാണ്, എയും സിയും കൂടെ ചെക്ക് ചെയ്യും. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്ത് എ ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കി. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്, നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് എ അല്ലേ. അപ്പോൾ ഇത് ഇപ്പം ഫോൾസ് ആണെന്ന് വയ്ക്കുമോ. ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബി ആണ് ഗ്രേറ്റർ. അപ്പോൾ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, ബിയും സിയും കൂടെ കമ്പയർ ചെയ്യണം. അപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബി ആയിരിക്കും ഗ്രേറ്റർ, ഫോൾസ് ആണെങ്കിൽ സി ആയിരിക്കും ഗ്രേറ്റർ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പിന്നെ എന്ത് വരുന്നത്, ഫ്ലോ ചാർട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിനെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എങ്ങനെ എഴുതാൻ പറ്റും, എ ഗ്രേറ്റർ ദാൻ ബി, ഇത് രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിലല്ലേ. അപ്പോൾ ഇവിടെ ഒരു ആൻഡ് ഓപ്പറേറ്റർ കൊടുക്കും. ദെൻ എ ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കി. എ ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കി. രണ്ടും ട്രൂ ആണെങ്കിൽ എ ആണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഫോൾസ് ആണെങ്കിൽ എഗെയിൻ അടുത്ത കണ്ടീഷനാണ്, എ ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബി പ്രിൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ സി പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഒന്ന് മിസ് ചെയ്തിട്ടുണ്ട് ഓപ്പറേറ്ററിനകത്ത്. അതായത് 6ാമത്തെയായിട്ട് നമുക്കത് പറയാം, 6th ഓപ്പറേറ്ററായിട്ട് പറയാം. അതായത് ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയും. ലോജിക്കൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പം ഇതിനകത്ത് വരുന്നത് ആൻഡ് ഉണ്ട്, ഓറുണ്ട്. ഓറിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പൈപ്പ് സിമ്പലാണ്, ഡബിൾ പൈപ്പ്. പിന്നെ വരുന്നത് പിന്നെ നോട്ട്, ആൻഡ് ഓറ് നോട്ട്. ആൻഡ് എന്ന് പറയുമ്പോൾ ഡബിൾ ആംബ്രസൻ്റ് ആണ് വരുന്നത്, ഓറിന് വരുന്നത് ഡബിൾ പൈപ്പാണ്, നോട്ടിന് വരുന്നത് എക്സ്ക്ലമേഷനാണ്. ഓക്കെ, ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഞാനിത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഇത് ഞാൻ യൂസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ലോജിക്കൽ ഓപ്പറേറ്റർ ഈ രണ്ട് കണ്ടീഷനും ആൻഡ് ഉപയോഗിക്കുമ്പോൾ എന്താണ്, രണ്ട് കണ്ടീഷനും ട്രൂ ആയിരിക്കണം. എ ഗ്രേറ്റർ ദാൻ ബി ആൻഡ് എ ഗ്രേറ്റർ ദാൻ സി എന്ന് പറയുമ്പോൾ ഇത് രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ എ അല്ലേ, അല്ലെങ്കിൽ ഓറാണെങ്കിൽ ഇതിലെങ്കിൽ ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഓർ യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, നോട്ടെന്ന് പറയുമ്പോൾ നമുക്കിത് ലോജിക്കൽ ഓപ്പറേറ്ററിലും പറയാം, അതല്ലെങ്കിൽ യൂണറി ഓപ്പറേറ്ററിലും ഈ നോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നോട്ട് എ എന്നാണ് പറയുന്നത്.
എ അല്ലെങ്കിൽ അതാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെയും സിംഗിൾ ഓപ്പറൻ്റാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഇത് വേണമെങ്കിൽ യൂണറി ഓപ്പറേറ്ററിൽ നമുക്ക് പറയാൻ പറ്റും. നോട്ട് എ അല്ലെങ്കിൽ നോട്ട് ബി, ബിയുടെ വാല്യൂ അല്ലെങ്കിൽ നോട്ട് 10 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ എന്നുള്ളതാണ് ഇത് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ലോജിക്കൽ ഓപ്പറേറ്റർ. അപ്പോൾ ഇതിനകത്ത് കണ്ടീഷണൽ ഓപ്പറേറ്ററും ലോജിക്കൽ ഓപ്പറേറ്ററും ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് ബിറ്റ് വൈസ് ഓപ്പറേറ്ററാണ്. ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ബിറ്റ് ലെവൽ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ബിറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ അത് മറ്റേ പിന്നെ മെഷീൻ ലെവൽ പ്രോഗ്രാമിംഗ് ആ സൈഡ് വരുന്നതാണ്. അത് നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ ഈ സിലബസ് വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ ഈ പിന്നെ എഞ്ചിനീയറിംഗ് സിലബസ് വെച്ച് നോക്കുമ്പോൾ നമുക്കത് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ നമ്മളവിടെ യൂസ് ചെയ്യുന്നില്ല. കാരണം അത് പിന്നെ ലോ ലെവൽ പ്രോഗ്രാമിംഗ്, അതായത് മറ്റേ ബിറ്റ് ലെവൽ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് നമ്മൾ പറയാൻ മിസ് ചെയ്തൊരു സംഭവമുണ്ട്, റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയും. ഈ റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് റിലേഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയുന്നതാണ്. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. രണ്ട് വാല്യൂ കമ്പയർ ചെയ്യാൻ, കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഗ്രേറ്റർ ദാൻ ഉണ്ട്, ലെസ് ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു. ആൻഡ് ഇവിടെ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത് അടുത്ത ഓപ്പറേറ്ററാണ്, അതായത് ഡബിൾ ഈക്വൽ ടു. അതായത് നമുക്ക് പിന്നെ ഈക്വാലിറ്റി ചെക്കിങ്ങിന് ഉപയോഗിക്കുന്നത് ഡബിൾ ഈക്വൽ ടു ആണ്. അല്ലാതെ നമ്മൾ നോർമലി സിംഗിൾ ഈക്വൽ ടു ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററായിട്ടായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കമ്പാരിസൺ, ഇപ്പോൾ എ ഈക്വൽ ടു ബി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ കൊടുക്കുകയാണ്, ഇപ്പോൾ എ ഈക്വൽ ടു ബി ആണെങ്കിൽ നമുക്ക് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഇപ്പം എസ് അല്ലെങ്കിൽ നോ എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാനാണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? എ ഈക്വൽ ടു ബി ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളെങ്ങനെ കൊടുക്കും? ഡബിൾ ഈക്വൽ ടു ബി കണ്ടീഷൻ ആണെങ്കിൽ എന്താണ്, ഫോൾസ് ആണെങ്കിൽ എന്താണ്, അത് നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഒരു വാല്യൂ നമ്മൾ അങ്ങോട്ട് ഏതെങ്കിലും ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യുകയോ ചെയ്യും. അത് പ്രിൻറ്റ് ഞാനിപ്പോൾ പറയാത്തതെന്ന് വെച്ചാൽ നമ്മൾ പ്രിൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നമ്മൾ പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രിൻറ്റ് പറയാതെ പോയത്. അത് ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കത് പ്രിൻറ്റ് റീഡും ഒക്കെ നമുക്ക് ഫങ്ഷൻസ് ഒന്നിച്ച് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കമ്പാരിസൺ, അതായത് എയും ബിയും ഈക്വൽ ആണോ എന്നുള്ള ചെക്കിങ് വരുവാണ്. അല്ലെങ്കിൽ എയുടെ വാല്യൂ 10 ആണോ, എ ഈക്വൽ ടു 10 ആണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ എന്താണ്, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈക്വാലിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഡബിൾ ഈക്വൽ ടു യൂസ് ചെയ്യുന്നത്. അത് വരുന്നത് റിലേഷണൽ ഓപ്പറേറ്ററിലാണ്. റിലേഷണൽ ഓപ്പറേറ്ററിനകത്ത് വരുന്നത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു ആൻഡ് ഡബിൾ ഈക്വൽ ടു. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് അടുത്ത ടോപ്പിക്ക് എന്താണെന്നുള്ളത് നോക്കാം. ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇതിന് വീഡിയോയുടെ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ കൂടെ അറിയിക്കുക. ഓക്കെ, നെക്സ്റ്റ് ടൈം കാണാം. ബൈ.